Hi students, welcome to the lecture. Today we will be dealing with capital budgeting. So without much delay on the topic, let's move on. Concept of capital budgeting. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അഥവാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ പ്ലാൻ ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഉള്ളതാണ്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ക്യാപിറ്റലും ഉണ്ട് ബഡ്ജറ്റിംഗും ഉണ്ട്. രണ്ട് ടേം ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്തു. എന്താണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത്? മൂലധനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരിക്കേണ്ട ഒരു എമൗണ്ടിനെയൊക്കെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയാം. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കെയർഫുൾ പ്ലാനിങ് ആണ്. അതായത് ഇത്ര ഫണ്ട്സ് എവിടെയൊക്കെ അലോക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു അറേഞ്ച്മെന്റ് കൊണ്ടുവരിക, അതാണ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഈ മൂലധനത്തിന് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുക. ഈ ക്യാപിറ്റൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ആർക്കാണ്? ബിസിനസ്സുകാർക്കാണ്. സോ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് ക്യാപിറ്റലിനെ അറേഞ്ച് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് മൂലധന ചെലവുകളെ പ്ലാൻ ചെയ്യുന്നതിന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ബഡ്ജറ്റിംഗ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് ഓഫ് എ ബിസിനസ്. നമ്മൾ പറഞ്ഞല്ലേ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആർക്കാണ്? ബിസിനസ്സുകാർക്കാണ്. സോ ബിസിനസ്സുകാർക്ക് അവരുടെ എക്സ്പെൻഡിച്ചറിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താവശ്യമാണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ടേം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് റെഫേഴ്സ് ടു ദ ലോങ് ടേം പ്ലാനിംഗ് ഫോർ എ പ്രപ്പോസ്ഡ് ക്യാപിറ്റൽ ഔട്ട്ലേ ആൻഡ് ദെയർ ഫിനാൻസിങ്. അതായത് എത്രത്തോളം ക്യാപിറ്റൽ ഔട്ട്ലേ ഉണ്ട്, ആ ക്യാപിറ്റൽ ഔട്ട്ലേ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, ആ ഉപയോഗിക്കേണ്ട വേണ്ട രീതികൾ എത്രത്തോളമാണ്, ആ ഒരു പ്ലാൻ എന്താണ്, അത് ലോങ് ടേമിൽ അസസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് റേസിംഗ് ഓഫ് ലോങ് ടേം ഫണ്ട് ആസ് വെൽ ആസ് ദെയർ യൂട്ടിലൈസേഷൻ. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അതിൻ്റെ അകത്ത് എന്താണ് പറയുന്നത്? ലോങ് ടേം ഫണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിനെ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതുമാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ അകത്ത് പറയുന്നത്. സോ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് മൂലധന ചെലവുകളെ പ്ലാൻ ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ആൻഡ് ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ അത് വളരെയധികം ബിസിനസ് സെക്ടറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ക്യാപിറ്റൽ ഔട്ട്ലൈസിന്റെ ഫിനാൻസിങ്ങിനെ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോങ് ടേം ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് it may thus defined as a firm's formal process for the acquisition and investment of the capital. അതായത് ക്യാപിറ്റൽ അക്യൂർ ചെയ്യുകയും ചെയ്യണം, അത് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ബിസിനസ് പ്രോപ്പറായിട്ട് റൺ ചെയ്യണമെങ്കിൽ മൂലധനം വേണം, അത് എവിടെയെങ്കിലും നന്നായി ഇൻവെസ്റ്റ് ചെയ്യണം, ആ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് റിട്ടേൺ തരണം. അങ്ങനെ ഒരുപാട് കോൺസെപ്റ്റുകൾ ഉണ്ടല്ലേ. ഇവരെയൊക്കെ നമ്മൾ ഫോർമലി പറയുന്ന അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഫോർമൽ പ്രോസസ്സാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. It is the decision-making process by which the firms evaluate the purchase of major fixed assets. അതായത് മേജർ ആയിട്ടുള്ള ഫിക്സ്ഡ് അസറ്റ്സിന്റെ പർച്ചേസിനെ ഫേംസ് ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ് എന്ത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഫേംസ് ഡിസിഷൻ ടു ഇൻവെസ്റ്റ് ഇറ്റ്സ് കറന്റ് ഫണ്ട്സ് ഫോർ അഡീഷൻ, ഡെപ്പോസിഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ആൻഡ് ദ റീപ്ലേസ്മെന്റ് ഓഫ് ലോങ് ടേം ഫിക്സ്ഡ് അസറ്റ്സ്. അതായത് ലോങ് ടേം ഫിക്സ്ഡ് അസറ്റ്സിനെ അതിലോട്ടേക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കറന്റ് ഫണ്ട്സിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് ഫേം ഡിസൈഡ് ചെയ്യുന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. Decisions in this area should be based on carefully determined rate of return appraisals. അതായത് എത്രത്തോളം തിരിച്ച് നമ്മളെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് തുക കിട്ടും എന്നതിനെയും കൂടി ആശ്രയിച്ചിട്ടായിരിക്കും ഈ ഒരു ഡിസിഷൻസ് ഇരിക്കുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു ഫേം അതിന്റെ ക്യാപിറ്റലിനെ അക്വയർ ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഫോർമൽ പ്രോസസ് ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എന്താ ചെയ്യുന്നത്? എക്സിസ്റ്റിംഗ് ഫണ്ട്സിലോട്ടേക്ക് അല്ലെങ്കിൽ ലോങ് ടേം ഫിക്സ്ഡ് ഫണ്ടിലോട്ടേക്ക് കറന്റ് ഫണ്ടുകളെ ആഡ് ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയും റീപ്ലേസ് ചെയ്യുകയും ചെയ്യുന്നതിന് ഫേമിന് കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ആ കോൺസെപ്റ്റ്. ഇനി
Capital investment must be the result of capital budgeting, and capital budgeting is a reconciliation between marginal revenue and marginal cost. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ ഒരു റിസൾട്ട് ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ ഒരു റിസൾട്ട് ആണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ദ റീകൺസിലിയേഷൻ ബിറ്റ്വീൻ മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ റവന്യൂ എന്താണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? ദ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ് മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് അഡീഷണൽ ആയിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ, അതാണ് മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിലോട്ടേക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു കോസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാപിറ്റലിന്റെ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി capital budgeting as a prelude for capital investment requires the management to have some highly objective and rational means of determining the size and content of capital budget, and to screen all proposals in order to select those which seem to be most beneficial. അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. സോ എന്താണ് നമ്മളെ ഒരു പെർട്ടിക്കുലർ പ്രപ്പോസൽ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രപ്പോസൽസ് വരും അല്ലേ? ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ കോണ്ടന്റ്, അതിൻ്റെ മീൻസ്, ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് ഒരുപാട് പ്രപ്പോസൽസ് വരും. ചൂസ് ചെയ്യേണ്ടത് ഏറ്റവും ബെനിഫിഷ്യൽ ആണ്. അതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന കെയർഫുൾ പ്ലാനിങ് ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ദ ഫണ്ട്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ആണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ബിസിനസ് സെക്ടർ. സോ വളരെ നല്ല ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ റിസൾട്ട് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റിന് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള മീനിങ് തരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഡെഫിനിഷൻസ് വന്നിട്ടുണ്ട്. സോ ആസ് പുട്ട് ബൈ ചാൾസ് ടി ഹോൺഗറൻ, capital budgeting is a long-term planning for making and financing proposed capital outlays. നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ലോങ് ടേം പ്ലാനിങ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഉള്ള ക്യാപിറ്റൽ ഔട്ട്ലേസിന് ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി മാക്സ് ടി റിച്ചാർഡ്സ് ആൻഡ് പോൾ എസ് ഗ്രീൻലോ ഹാവ് ഡിഫൈൻഡ് it as follows: capital budgeting generally refers to acquiring inputs with long run returns. അതായത് നമ്മൾ ഇവിടെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് മാക്സ് ടി റിച്ചാർഡ്സും പോളസ് ഗ്രീൻലോയും പറയുന്നത് എന്താണ്? ലോങ് ടേം റിട്ടേൺസ് തരുന്ന ഇൻപുട്സിനെ അക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ളത്. ഓക്കെ, ഇനി RM Link has said capital budgeting consists in planning for development of available capital for the purpose of maximizing the long-term profitability of a firm. ഒരു ഫേമിന്റെ ലോങ് ടേമിൽ കൂടുതലായിട്ട് പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ക്യാപിറ്റലിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് RM Link പറയുന്നത്. ഇനി ഹാംപ്ടൺ ജോൺ ജെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് firms formal process of for the acquisition and investment of capital. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ക്യാപിറ്റലിനെ അക്വയർ ചെയ്യുന്നതിന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് കുറെ ഫോർമൽ ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. ആ ഒരു ഫോർമൽ പ്രോസസ്സിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നത് ഹാംപ്ടൺ ജോൺ ജെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ചാൾസ് ടി ഹോൺഗ്രൻ പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ലോങ് ടേം പ്ലാനിംഗ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഔട്ട്ലേനെ ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന്. മാക്സ് ടി റിച്ചാർഡ്സ് ആൻഡ് പോൾ എസ് ഗ്രീൻലോ പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലോങ് ടേം റിട്ടേൺ നൽകുന്ന ഇൻപുട്ടുകളെ അക്യൂർ ചെയ്യുന്ന പ്രോസസ് ആണെന്നാണ്. RM Link പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്ലാനിംഗ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഫേമിന്റെ പ്രോഫിറ്റബിലിറ്റി ലോങ് റണ്ണിൽ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ അവൈലബിൾ ക്യാപിറ്റലിന്റെ ഡെവലപ്മെന്റിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹാംപ്ടൺ ജോൺ ജെ പറഞ്ഞിരിക്കുന്നത് ദ ഫേംസ് ഫോർമൽ പ്രോസസ് ഫോർ അക്വിസിഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ.